നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ. നവോദയ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങളെ വ്യാപൃതനായി കൊച്ചിയിലുള്ള അപ്പച്ചൻ 3D സിനിമയുടെ ആലോചനയിലാണ്. JC ദാനിയേൽ പുരസ്കാരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ മനോരമ ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അപ്പച്ചൻ. നവോദയ അപ്പച്ചൻ കഴിഞ്ഞ 3 മാസമായി കാക്കനാട്ടുണ്ട്. ഇവിടുത്തെ നവോദയ സ്റ്റുഡിയോയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതേയുള്ളൂ. നിരവധി മലയാള സിനിമകളും ടെലിവിഷൻ സംരംഭങ്ങളും നവോദയയെ തേടി വരുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ 87കാരൻ. അതെല്ലാം സ്വയം ഏറ്റെടുത്ത് നടത്തുന്നു. വാർദ്ധക്യം മറന്നുള്ള പ്രവർത്തനങ്ങൾക്കിടെയാണ് JC ദാനിയേൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. മലയാളിയെ ആദ്യമായി 3D സിനിമയുടെ രസലോകത്തേക്ക് ആനയിച്ചത് നവോദയ നിർമ്മിച്ച മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെയായിരുന്നു. ഒപ്പം ആദ്യത്തെ 70mm സിനിമ എന്ന ഖ്യാതിയും നവോദയയ്ക്കും അപ്പച്ചനുമുണ്ട്. ഡിജിറ്റൽ 3D വന്നപ്പോഴത്തേക്ക് ഇതിന്റെ പ്രയാസങ്ങൾ വളരെ കുറഞ്ഞു. മുമ്പ് എടുത്ത സിനിമ കുട്ടിച്ചാത്തന് എടുത്തെങ്കിലും അതിന്റെ പ്രൊഡക്ഷന്റെ അത്രയും തന്നെ ചിലവ് ഈ കാണിക്കുന്നതിനുണ്ടായി. പക്ഷെ ഇപ്പോൾ ഡിജിറ്റൽ സമ്പ്രദായം വന്നപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ചിലവുകളില്ല. 3D എടുക്കാൻ ഞങ്ങൾ റെഡിയാണ്, എടുക്കുകയും ചെയ്യും. അടുത്ത 3D സിനിമ എപ്പോഴെന്ന് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ മറുപടി വന്നു. മലയാളത്തിൽ ഉടനൊരു 3D സിനിമയുണ്ടാകും. നവോദയ അതിനുള്ള ആലോചനയിലാണ്. അതും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയാകും പ്രദർശനത്തിലെത്തുക. 3D സിനിമകളുടെ ചിലവ് കുറഞ്ഞത് തങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം